ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു ചെമ്മീൻ ബിരിയാണീൻ്റെ റെസിപ്പി നോക്കാം. അതിന് വേണ്ടിയിട്ട് 6 സവാളയും 5 തക്കാളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ഒന്ന് ചോപ്പറിലിട്ട് നല്ലപോലെ ചോപ്പ് ചെയ്തതാണ്. കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചെമ്മീൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കുക. പട്ട, ഗ്രാമ്പു, ഏലക്ക, വലിയ ജീരകം ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറച്ച് അധികം ചേർക്കണം. റൈസ് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. ഓയിൽ ഒഴിച്ച് കുറച്ച് സവാള ചേർത്ത് നല്ലതുപോലെ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്, ഗാർണിഷിന് വേണ്ടിയിട്ടാണ്. ഇനി ഈ സെയിം ഓയിലിൽ തന്നെ ചെമ്മീനും ചേർത്ത് നല്ല ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അതേ പാനിൽ തന്നെ ബാക്കി സവാള ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കുക. സവാള നല്ല സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർക്കാം. ഇതെല്ലാം കൂടെ നല്ലോണം കുക്കായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഗരം മസാലയും ചേർത്ത് കൊടുക്കുക. വേറെ മസാലകളൊന്നും ചേർക്കണില്ല. പുളിക്ക് വേണ്ടിയിട്ടുള്ള തൈരും കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചപ്പ് പുതിനയില ചേർക്കുക. ഫ്രൈ ചെയ്ത് ചെമ്മീനും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ ഉടഞ്ഞു പോവരുത്. ഇനി ചെമ്മീൻ്റെ ഫ്ലേവർ മസാലയിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കുക്ക് ചെയ്തെടുക്കുക. ഇനി കുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് ദം ചെയ്യാം. ആദ്യം ഒരു ലെയർ റൈസ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഗരം മസാലയും ഫ്രൈ ചെയ്തിട്ടുള്ള ഒനിയനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗീ ചേർത്ത് കൊടുക്കുക. ഇനി സെക്കൻഡ് ലെയർ ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്യാം. കിസ്മിസും കാഷ്യൊക്കെ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. ഇനി ഒരു 15 മിനിറ്റോളം ഫ്ലെയിം ഒന്ന് സിമ്മാക്കിയിട്ട് ഒന്ന് ദം ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 2-3 മണിക്കൂറിന് ശേഷം സേവ് ചെയ്യാം. മസാലയും റൈസൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് മസാല ഒന്നും ഇല്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ബിരിയാണിയാണ്. ഒരുപാട് ഗ്രേവിക്ക് ഇഷ്ടമുള്ളവർക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഡബിളാക്കി എടുത്താൽ മതി. എല്ലാവരും ട്രൈ ചെയ്യണേ.